ഒരുപാട് സന്തോഷമായി വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കണ്ടതിൽ. ഇതിനെല്ലാം സാഹചര്യം ഒരുക്കി തന്ന ലോക മലയാളികൾക്കും പത്രമാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ, റിയാദിലെ ഇന്ത്യൻ എംബസികളും നിയമസഹായ കമ്മിറ്റികളും എണ്ണി പറയാൻ ഇവിടെ ഒരുപാടുണ്ട്. എൻ്റെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, ഇവിടുത്തെ കമ്മിറ്റികൾ, എല്ലാവർക്കും പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി തന്ന, ഇന്ന് എത്തുന്നുള്ളൊരു പ്രതീക്ഷ ഒട്ടും ഇല്ലായിരുന്നു. പടച്ചവൻ്റെ സഹായം കൊണ്ട് ഇന്നിവിടെ എത്തിപ്പെട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കി തന്ന എല്ലാവർക്കും, ലോക മലയാളികൾക്കും, സഹായിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും. ഞാൻ ആദ്യമായിട്ട് റഹീമിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്നത് ഇതേ മുറിയിലിരുന്ന് ഉമ്മയോട് ഞാൻ സംസാരിക്കുന്നു. അന്ന് എൻ്റെ കൂടെ ശ്രീകണ്ഠൻ നായർ, SKN ഉണ്ടായിരുന്നു, ഉഷാ ശ്രീകണ്ഠൻ നായർ ഉണ്ടായിരുന്നു. അന്ന് റഹീമിൻ്റെ വാക്ക് ഇതായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും സഹായിച്ച് ഒരുമിച്ച് നിന്ന് എന്നെ അങ്ങ് എത്തിക്കണമെന്ന്. അന്നത്തെ ആ തൊണ്ട ഇടർച്ചയിൽ നിന്നും ഇപ്പോഴൊരു സമാധാനത്തിലേക്ക് എത്തി. തീർച്ചയായിട്ടും. കാരണം മുമ്പ് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു, 10-18 വർഷത്തോളം ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു മോചനം സംഭവിക്കും. ഈ അവസാന 2 വർഷത്തിലാണ് മോചനത്തിലേക്കുള്ള നീക്കങ്ങൾ നടന്ന് ലോകത്തിലെല്ലാവരും ഒത്തുകൂടി ഒരു സംരംഭം തയ്യാറാക്കിയതും ആ പണം സ്വരൂപിച്ചതും ആ കുടുംബത്തിൽ നിന്നും മാപ്പ് നൽകി ഇവിടെത്താൻ ഉള്ള സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തിനും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ജനങ്ങൾക്കും, ഞാൻ നാട്ടിലെയും വിദേശത്തുള്ളവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി, ചെറിയവരും വലിയവരുമായിട്ട് ആളുകളെ പേരെടുത്ത് പറയാൻ ഒരുപാട് ആൾക്കാർ പലവരും വിട്ടു.